ഒന്നാമതായി പഠിക്കേണ്ട പാഠം നീ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയാണ്. ഈ ഭൗതിക ലോകം വെട്ടിപ്പിടിക്കാൻ നീ ഓടുമ്പോഴും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കഴിയണേ. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. പരിശുദ്ധമായ ഖുർആൻ രണ്ടാമതായി അടിവരയിടുകയാണ്. ഈ ദുന്യവിയാകുന്ന ലോകത്ത് നീ എന്ത് ചെയ്യുന്ന നന്മകളുണ്ടോ തിന്മകളുണ്ടോ അതിൻ്റെ എല്ലാം പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുന്നത് യൗമൽ ഖിയാമ, ലോകാവസാനം സംഭവിക്കുമ്പോഴാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി സർവരെയും പുനർജീവിപ്പിച്ച് മഹ്ശറയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഘട്ടത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നീ ചെയ്തിട്ടുള്ളതാകുന്ന ഏതെല്ലാം നന്മകളുണ്ടോ സുകൃതങ്ങളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ അതിനെല്ലാം പരിപൂർണമായ പ്രതിഫലം അന്ന് അല്ലാഹു നിനക്ക് നൽകുന്നതാണ്. ഈ ദുനിയാവിൽ ചെയ്യുന്ന നന്മകൾക്ക് ഒരുപക്ഷേ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നിനക്ക് പ്രതിഫലം ലഭിക്കാം. പക്ഷെ അതിന്റെ പൂർത്തീകരണം കിട്ടുന്നത് ആഖിറത്തിലാണ്, നാളെ ഖിയാമത്ത് നാളിലാണ്. ഈ ദുനിയാവിൽ നീ ചെയ്യുന്ന ചില നീചങ്ങൾക്ക്, ചില നീചമായ പ്രവർത്തനങ്ങൾക്ക് ഈ ഭൗതിക ലോകത്ത് തന്നെ ശിക്ഷകൾ ഉണ്ടാവാം. പക്ഷെ അതിന്റെ പരിപൂർണമായ തിക്തമാകുന്ന പ്രതിഫലം നൽകപ്പെടുന്നതും നാളെ ആഖിറത്തിലാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി ആരാണ് വിജയി എന്നറിയണോ മനുഷ്യ മാനവ? ഭൗതിക ലോകത്ത് ധാരാളം കെട്ടിട സമുച്ചയങ്ങൾ ഉള്ളവനല്ല. കൈതോട് പഞ്ചായത്തിലോ കൈതോട് മുനിസിപ്പാലിറ്റിയിലോ കൈതോടുള്ളതാകുന്ന പരിസരങ്ങളിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നിലമേൽ ടൗണിലോ 10 മുറി കടമുറി വാങ്ങി കൂട്ടുന്നവനല്ല. വലിയതാകുന്ന സൗഭാഗ്യം ഉണ്ടാക്കി തീർക്കുന്നവനല്ല. ഏക്കർ കണക്കിന് ഭൂമികൾ അവൻ ചന്ദ്രനിൽ വാങ്ങിച്ചു കൂട്ടുന്നവനല്ല. ഇന്ന് ചന്ദ്രനിലേക്ക് ജനങ്ങൾ ചേക്കേറുകയാണ്. 2045 രൂപ അടച്ചു കഴിഞ്ഞാൽ കൃത്യമായി 1 ഏക്കർ ഭൂമി പതിച്ചു കൊടുക്കുകയാണ് ചന്ദ്രനിൽ. അതിനുവേണ്ടി ഓൺലൈനിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ ഭൂമി വാങ്ങിച്ചു കൂട്ടലുകൊണ്ടോ നീ വിജയിച്ചവനാകുകയില്ല. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ആരും വിദൂരമാക്കപ്പെട്ടുവോ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതൊന്നിലേക്ക് അവന് കടക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവനാണ് വിജയശ്രീലാളിതനായവനെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവനല്ല യഥാർത്ഥ വിജയി. യഥാർത്ഥ വിജയി എന്ന് പറയുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗപ്രവേശനത്തിന് ആർക്കെങ്കിലും അവസരം ലഭിക്കുകയും ചെയ്താൽ അവനാണ് വിജയി. അല്ലാഹു പറയാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, +2 മുഴുവൻ A+ കിട്ടി, BA-ക്ക് ജയിച്ചു, MA-ക്ക് ജയിച്ചു, അല്ലെങ്കിൽ അവൻ ഡോക്ടറേറ്റ് എടുത്തു. ഇതൊക്കെ ഭൗതിക ലോകത്തെ വിജയിയാണ്. എന്നാൽ പാരത്രികമാകുന്ന ലോകത്തെ ഏറ്റവും ഉന്നതനായ വ്യക്തി, ദുനിയാവ് കൊണ്ടും ആഖിറം കൊണ്ടും വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസി, അല്ലാഹു പറയുന്നു ഇതിനപ്പുറം ഇതൊക്കെ വേണം. ഇതിനപ്പുറം ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവി. വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ അവസരം കിട്ടി. ഫഖദ് ഫാസ, അവനാണ് യഥാർത്ഥ വിജയി. അല്ലാഹു പറയാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരും കൈതോടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരോടും എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു, ആ നരകത്തിൽ നിന്ന് മോചനപത്രം നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമുക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ സ്വർഗത്തിൽ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ഇക്കാലത്തെ നമ്മുടെ ചെയ്തികൾ കൊണ്ട്?
നമ്മൾ എവിടെയാണ് എത്തിച്ചേരുക? ഒന്ന് ചിന്തിച്ചു നോക്കിൻ. ഇന്നത്തെ മനുഷ്യന്റെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഏതെല്ലാം നന്മകളിലാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധ ചെലുത്തുന്നത്? ഏതെല്ലാം തിന്മകളാണ് നാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിക്കിൻ. എത്ര നന്മയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ചെയ്തു? ഇന്നൊരു ദിവസം സുബഹി തന്നെ ജമാഅത്തായി നിസ്കരിച്ച പുരുഷന്മാർ എത്ര പേർ? സുബഹി തന്നെ അവ്വൽ വഖത്തിൽ നമസ്കരിച്ചതാകുന്ന സഹോദരിമാർ എത്ര പേർ? ളുഹറും അസറും മഗ്രിബും കൃത്യമായി ജമാഅത്തുകളെ ശ്രദ്ധ വെച്ചിട്ടുള്ള മോമിനീങ്ങൾ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമസ്കാരങ്ങളെ ചിട്ടവെച്ച എത്ര ഉമ്മമാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മർഹബ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുണ്ട്? ഒന്ന് ചിന്തിക്കൻ. നമ്മൾ ചെയ്തിട്ടുള്ള നന്മകൾ എത്രയാണ്, തിന്മകൾ എത്രയാണ്? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എടുത്തു പരിശോധിച്ചാൽ വളരെ കുറവാണ്. നമ്മൾ തന്നെ ഉറപ്പിക്കും നരകത്തിൽ ഉറപ്പാണെന്ന്. പിന്നെ ഇനി എന്നാണ് നന്നാവുക? ഇനി എന്നാണ് നന്നാവുക? താടി രോമങ്ങൾ പരിപൂർണമായി കറുത്തത്, അത് നര വന്നത് വീണ്ടും എടുത്ത് കറുപ്പിക്കാൻ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നരച്ച താടിയും നരച്ചതാകുന്ന രോമകൂപങ്ങളും കറുപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാകുന്ന ഉപ്പമാരുള്ള കാലഘട്ടത്തിലൂടെയാണ്, ഉമ്മമാരുള്ളതാകുന്ന സഹോദരിമാരുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നും യുവാവായി തന്നെ നിലകൊള്ളണം എന്ന നിലയിൽ. ഹറാമാണെന്ന് വ്യക്തമായി അവൻ അറിയാം. ഈ ചെയ്യുന്നത് നിഷിദ്ധമാണ്, മുഅ്മിനിനെ ചേർന്നതല്ല ഈ ഡൈ ചെയ്യലെന്ന് വ്യക്തമായിട്ടറിയാം. എന്നിട്ട് പോലും അവൻ വീണ്ടും ആ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആദ്യമായി നരവന്ന സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ മാ ഹാദാ, ഇതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹാദിഹി വഖാറുൻ, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. ഇബ്രാഹിമേ, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉടനെ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ. തന്റെ താടി രോമങ്ങളിൽ ഏതാനും ചില രോമങ്ങൾ നരബാധിച്ചതായി വെളിച്ചം വീശുന്നതായി കണ്ടപ്പോ, വെളുത്തിരിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ച റബ്ബേ ഇതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, ഹാദിഹി വഖാറുൻ യാ ഇബ്രാഹിം, ഇത് ഗാംഭീര്യത്തെ കുറിക്കുന്നതാണ് ഇബ്രാഹിമേ, ഇത് നല്ലതാണ്, നല്ലതാണ്. പ്രായമേറിയതായി തിരിച്ചറിയുമ്പോ ഇതുവരെ ചെയ്തിരുന്നതാകുന്ന തെറ്റുകുറ്റങ്ങൾ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നന്മയിലേക്ക് തിരിഞ്ഞു നടക്കാൻ സഹായകമാകില്ലേ? ഹാദിഹി വഖാറുൻ യാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേട്ട പാതി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സിദ്നി വഖാറാ. അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്ക് ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ അല്ലാ, എനിക്ക് ഗാംഭീര്യത്തെ വർദ്ധിപ്പിക്കണേ അല്ലാ. ദുആ ചെയ്ത് തീരേണ്ട താമസം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടി രോമങ്ങളും തലയിലെ രോമകൂപങ്ങളും പരിപൂർണമായി നരയ്ക്കുകയാണ്. ദുആ ചെയ്ത് തീർന്നപ്പോ എല്ലാം നരച്ചു. താടി രോമങ്ങളും തലയിലെ രോമങ്ങളും നരച്ചു ഒറ്റയടിക്ക്. മുസ്തജാബു ദുആയാണല്ലോ, ചോദിച്ചാൽ അപ്പോൾ ഉത്തരം കിട്ടുന്ന വ്യക്തിയാണ് സയ്യിദുനാ ഇബ്രാഹിം. നമ്മളാണെങ്കിലോ നര കാണുമ്പോഴന്നെ പടച്ചവനെ അരപ്പിക്കല്ലേ അല്ലാഹുവേ, കർപ്പിച്ചു തരണേ റബ്ബേ, നേരെ തിരിച്ചു ചോദിക്കും. എന്തിനാണ് ഈ നരാന്ന് അറിയണം ആദ്യം. ഇത് വക്കാറാണ്. പാകിസ്ഥാൻ കളിക്കാരൻ, പഴയ കളിക്കാരൻ വക്കാർ യൂനിസ് അല്ല, വക്കാർ ഗാംഭീര്യത്തെ കുറിക്കുന്നതാണിത്. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് എന്ത് വേണ്ട, ഡൈ ചെയ്യാൻ നിൽക്കണ്ട. ഇതിപ്പോ പ്രായമുള്ള ആളാരാന്ന് അറിയാൻ മേല. ഇപ്പോഴും മുസാഫത്ത് ചെയ്യുമ്പോൾ അത് ആരാന്ന് തിരിച്ചറിയുന്നില്ല. കാരണം എന്താ, ഹാജിയാർ 85 കഴിഞ്ഞ ഹാജിയാർ 25 പോലെ ഇരിക്കുകയാണ്. മീശയും താടിയും തലമുടിയൊക്കെ കറുപ്പിച്ച് നല്ല മുറ്റായിട്ട് വന്നിരിക്കുക. യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നവർ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ടൊരു മോമിനെ ചേർന്നതല്ല അത്. അങ്ങനതൊക്കെ ഒഴിവാക്ക്, മനസ്സിലാക്ക്. ഇതിലൊക്കെ ഒരു ഖൈറുണ്ടെന്ന് മനസ്സിലാക്ക്. ഇനിയെങ്കിലും നന്നാവ്. ഇപ്പൊ വയസ്സ് 50, 60, 70 എത്തി. നിനക്ക് പ്രായമേറി വരുന്നതിന്റെ ലക്ഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ താടി രോമങ്ങൾ നരപ്പിക്കലിലൂടെ
നിന്റെ മീശ നരപ്പിക്കലിലൂടെ ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾക്ക് ഈ മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നീ അതിലെ മാറ്റത്തെ തിരികൊളുത്താതെ മനസ്സിലാക്കി നന്നാവാതെ ഔറാദുകളിലേക്കും ദിക്റിലേക്കും ഖുർആനിലേക്കും മടങ്ങാതെ തെറ്റിൽ പിന്നുകൊണ്ട് നീ എന്തുകൊണ്ട് വ്യാപൃതനായി പോവാൻ? നീ അത് ചെയ്യാൻ പാടില്ല. നീ നന്മയിലേക്ക് തിരിച്ചു വരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. മരണത്തെ മുന്നിൽ കണ്ട് നിലകൊള്ളാനാണ് ഈ നര അള്ളാഹു നൽകിയിരിക്കുന്നത്. നര നൽകി പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് ചുളിവ് വരും, അവയവങ്ങൾക്ക് ബലക്ഷയം സംഭവിക്കും, പിന്നീട് നടുവ് കൂഞ്ഞാൻ തുടങ്ങും. അല്ലേ? പ്രായമേറിയതിൻ്റെ അടയാളങ്ങളാണ്. അപ്പൊ നിനക്ക് ഓരോ ഘട്ടത്തിലും നന്നാവാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകാൻ. ആ അവസരങ്ങളെ നീ ഇല്ലാതാക്കാൻ, നീ ഡൈ ചെയ്യുന്നതിലൂടെ നിന്റെ ഉദ്ദേശം എന്താ? ഇനിയും തെറ്റ് ചെയ്ത് ചെറുപ്പക്കാരനായിട്ട് അങ്ങനെ നടക്കാം. 1-2 സിനിമ കൂടെ കാണാനുണ്ട്, ജയിലർ കണ്ടില്ല, ഇനി അത് പോയി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഹാജിയാർ 85 കഴിഞ്ഞ ഹാജിയാർ ഇശ കഴിഞ്ഞിട്ട് നേരെ അവലും ഒക്കത്തിൽ അങ്ങോട്ട് ഓടുകയാണ് സെക്കൻഡ് ഷോയ്ക്ക്. പിന്നെ എങ്ങനെ നന്നാവും? കുടുംബസമേതം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഒന്നിച്ചു പോയി ജമാഅത്തായി പോയി സിനിമ കാണുകയാണ്. ജമാഅത്തിന് പള്ളിയിലില്ല, പിന്നെന്ത് ചെയ്യും? പെരുന്നാളിൻ്റെ അന്ന് ജമാഅത്തായിട്ട് ഒന്നായിട്ട് എങ്ങോട്ട് പോവാൻ? തിയേറ്ററിലേക്ക് പോവാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് ഇന്നത്തെ തലമുറ, ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പറയുന്നത്. പിന്നെ എങ്ങനെ നമ്മുടെ നന്നാവും? പിന്നെ എങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും? എൻ്റെ മകൻ സാലിഹാകുന്നില്ല ഉസ്താദേ, എൻ്റെ മകള് സാലിഹത്തല്ല, എൻ്റെ ഭാര്യ പറഞ്ഞാൽ അനുസരിക്കാത്തവളാണ്, മോശപ്പെട്ട വർത്തമാനം എന്നോട് പറയുന്നു, വീട്ടിൽ പ്രശ്നങ്ങളാണ്, മകൻ എന്നോ ചീത്ത വിളിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാനും മകനുമായി വഴക്കുണ്ടായി, എന്നെ അവൻ വല്ലാതെ ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും എൻ്റെ ശരീരത്തിൽ അവൻ കൈവെക്കുകയും ചെയ്യുന്നു എന്ന് ഉമ്മമാര് സങ്കടം പറയുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സ്നേഹത്തോടുകൂടി ചോദിക്കുന്നു, ഇതിനപ്പുറവും ഉണ്ടാവൂലേ നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് പാരത്രിക ലോകത്തോട് എന്താണ് ലക്ഷ്യബോധമുള്ളത്? നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്താണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കിയിട്ടുള്ളത്? എന്ത് നന്മയാണ് നാം ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഒരു നമസ്കാരം കറക്റ്റ് ആയിട്ടുണ്ടോ? ഒരു ദിക്ർ കൃത്യമായി നമ്മൾ ചെല്ലു വരുന്നുണ്ടോ? 10 മിനിറ്റ് സമയം കിട്ടിയാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുക? ഒന്ന് ചിന്തിക്കുക. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൈവശമൊന്നും ഇല്ലാതിരുന്ന മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലേക്ക് ഇന്ന് വന്നപ്പോൾ 24 മണിക്കൂറും അത് കയ്യിൽ വേണമെന്ന അവസ്ഥയിലേക്കായി മാറി. കുളിക്കുന്ന സമയം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയമൊക്കെ കയ്യിൽ മൊബൈലുണ്ട്. ആ അവസ്ഥയിലെത്തി. എത്രത്തോളം ടോയ്ലറ്റിൽ പോകുകയാണ്, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്തും സാധനം കയ്യിലുണ്ട്. കാരണം അതിന് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് യൂറോപ്യൻ ക്ലോസറ്റ് ഇപ്പോൾ സൗകര്യം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കയറി ഇരുന്നിട്ട് റാഹത്തായിട്ട് അവിടെയും ഇതുമായിട്ട് പോവാണ്, മൊബൈലുമായിട്ട് പോവാണ്. കുളിക്കുന്ന സമയത്ത് ഇത് നനയുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. അതൊഴിച്ച് ബാക്കിയുള്ള സദാസമയത്തും മൊബൈൽ കയ്യിൽമേലുണ്ട്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു, കയ്യിൽ മൊബൈല്. നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ മൊബൈൽ എടുത്ത് ആദ്യം തന്നെ നോക്കുകയാണ്, വല്ല നോട്ടിഫിക്കേഷൻ വന്നോ, ആരെങ്കിലും മെസ്സേജ് അയച്ചോ. ഉറങ്ങുന്ന നേരത്ത് ലാസ്റ്റ് ഘട്ടം വരെ സിനിമാ പാട്ട് കേട്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരു വിഭാഗം. ചിലപ്പോൾ അത് കഴിഞ്ഞ് മാറ്റിവെച്ച് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം എടുക്കുന്നത് അതേ മൊബൈൽ ഫോൺ. ആരെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ, പല്ല് തേക്കുന്നതിന് മുമ്പ് തന്നെ 10 മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുത്തതിന് ശേഷം പോകുന്ന ആളുകൾ. എത്രത്തോളം അഡിക്ഷനായി നാം മാറിയിരിക്കുന്നു സഹോദരങ്ങൾ. എന്നാൽ ഈ ഖുർആൻ എടുക്കാനും പരിശുദ്ധമാക്കപ്പെട്ട ദീനിലേക്ക് നിലകൊള്ളാനും മുസഹഫിനോട് കാണിച്ച ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. എന്നാലും ഖുർആൻ എടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ മൊബൈലിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാമല്ലോ. ഇപ്പോൾ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് വേർഷൻ ഉപയോഗിക്കുന്നവർക്കും ഇനി അതല്ല പ്ലേ സ്റ്റോറുകളുടെയും ആപ്പ് സ്റ്റോറുകളുടെയും ഒക്കെ ഏതെല്ലാം ഐഫോൺ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുമൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ ഇന്ന് സുലഭമാണ്. ഖുർആൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അല്പം നെറ്റ് ഉണ്ടായാൽ മതി, 5 പൈസ കൊടുക്കേണ്ടതില്ല. ഫ്രീ ആയി ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. യാത്രയിൽ ഉപകരിക്കും. ഓതിക്കൂടെ? എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നു? നമ്മളിപ്പോഴും യാത്രയിൽ 10 മിനിറ്റ് കിട്ടിയാൽ ഏതെങ്കിലും 2-3 സിനിമയുടെ ട്രെയിലർ കാണാൻ സമയം ചിലവഴിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് കേട്ടുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഫുഡീസിൻ്റെതാകുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ നോക്കും. ഏതെങ്കിലും യാത്രയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതാണ് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തിട്ട് അവിടെ ഇറങ്ങി ഹയാത്താക്കിയിട്ട് പോകും.
ഒരു 10 മിനിറ്റ് കിട്ടിയാൽ നന്മ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. ഒരവധിയുടെ ദിനം കിട്ടിയാൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒരുമിച്ചിരുന്നിട്ട് ഒരു ഖുർആൻ ഖത്മ് തീർക്കാം, വാപ്പാക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി, ഇല്ല നമുക്ക് വേണ്ടി തന്നെ നമുക്കൊരു ഖത്മ് ഓതാം എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവധി കിട്ടിയാൽ നേരെ ചാടാൻ പോവാൻ, വെള്ളച്ചാട്ടം. അവധി കിട്ടിയാൽ ഏതെങ്കിലും മാളിൽ പോയി ഒരു വൈകുന്നേരം വരെ ഇരുന്ന് അവസാനം ഫുഡ് കോർട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് വീടണയുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറുകയാണ്. അവധി കിട്ടിയാൽ അടിച്ചു പൊളിക്കാനും രസിക്കാനും രമിക്കാനും നമ്മുടെ സമയങ്ങളെ നാം കണ്ടെത്തുകയാണ്. ആഖിറത്തിന് വേണ്ടി ഒരു അമലും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഒരു അമലും നമ്മുടെ കയ്യിലില്ല. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങളെ? യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. പാരത്രികമാകുന്ന ലോകത്തിനു വേണ്ടി അമൽ ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത് ബഅസ അല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്ത്, മരണാസന്നനാകുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. 5 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സവിധത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. ഫയഅതീഹി മലക്കുൽ അവ്വൽ, ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരുകയാണ്. വറൂഹുഹു ഫിൽ ഹുൽഖൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി തന്നെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ വറൂഹുഹു ഫിൽ ഹുൽഖൂം. അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്. തൊണ്ടക്കുഴിയിൽ നിൽക്കുന്ന സമയത്ത് അതാ അവന്റെ അടുക്കലേക്ക് മലക്ക് കടന്നു വരുകയാണ്. 5 മലക്കുകളിൽ ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് അവനോടായി ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ ഊം. ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, ഐന ബദനുകൽ ഖവീ, ആരോഗ്യമുള്ള നിന്റെ ശരീരം എവിടെ പോയടാ, എവിടെ പോയടാ. വമാ അളഫഹുൽ ഊം, ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയ വസ്തുത എന്നാണ്? ഒരു കാലഘട്ടത്തിൽ നിന്നെ മറിച്ചിടാനോ, നിന്നെ ഒന്ന് തള്ളി നോക്കാനോ, നിന്നോട് 10 മിനിറ്റ് സംസാരിച്ചു നിൽക്കാനോ ധൈര്യപ്പെടാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അത്രമേൽ വലിയതാകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു. ആരോഗ്യം കൊണ്ട് നീ 10 പേരോട് മല്ലടിച്ചുകൊണ്ട് ജയിക്കാൻ കൽപ്പുള്ളവനായിരുന്നു. ഇന്നിതാ മരണത്തിന് മുന്നിൽ കിടക്കുമ്പോ മാരകമാകുന്ന ക്യാൻസറിന്റെ രോഗം വന്നോട്ട്, മാരകമാകുന്ന രോഗങ്ങൾ കടിമപ്പെട്ടിട്ട് ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾ എല്ലുന്തി പുറത്തേക്ക് നിൽക്കുകയാണ്. പോഷകാഹാര കുറവുള്ള മനുഷ്യനായി നീ മാറിയിരിക്കുകയാണ്. ഇന്നലകൾ കഴിഞ്ഞിരുന്ന പോലെ അവസ്ഥയല്ല നിനക്കുള്ളത്. സാമ്പത്തികവും ശാരീരികവുമായിട്ട് നിന്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിച്ചിരിക്കുകയാണ്. ഇന്നിതാ നീ 10 പേരുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്തവനായിരിക്കുകയാണ്. സ്ട്രെച്ചറിലാണ് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, ആംബുലൻസിലാണ് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് സ്ട്രെച്ചറിൽ എടുത്തിട്ടാണ് ആളുകൾ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അകത്തളത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്രയേറെ ശരീരത്തെ ക്ഷയിപ്പിച്ച വസ്തു എന്നാണ്? ഐന ബദനുകൽ ഖവീ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, കൈതോടുള്ള സോദര, ഒരു കാലഘട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള ഉമ്മയായിരുന്നില്ലേ? കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന പ്രിയപ്പെട്ട മാതാവായിരുന്നില്ലേ? പ്രസവിച്ചവളല്ലേ, 4-5 പ്രസവിച്ചവളല്ലേ? ഭർത്താവിന്റെ കാര്യങ്ങൾ
കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവളല്ലേ? മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവരല്ലേ? ഭർത്താവില്ലാത്ത സമയത്ത് കുടുംബത്തിന്റെ സർവ്വകാര്യങ്ങളും, പ്രവാസിയാകുന്ന ഭർത്താവ് പ്രവാസ ലോകത്തുള്ള സമയത്ത് പോലും നാട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഓടി നടന്നവളല്ലേ? എത്രയോ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കുടുംബത്തെ പോറ്റിയവളല്ലേ? എന്ത് പറ്റി പൊന്നുമോളെ, എന്ത് പറ്റി പ്രിയപ്പെട്ട ഉമ്മ? നിങ്ങളുടെ ശരീരത്തെ ഇത്ര ബലക്ഷയപ്പെടുത്തിയ വസ്തുത എന്താണ്? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് മലക്ക് നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ റൂഹത്തി നിൽക്കുമ്പോൾ ആദ്യമായി ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. കൈതോടുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദര, വീടിന്റെ അകത്തലങ്ങൾ സുഖമില്ലാതെ കിടക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നീ കടയിലേക്ക് വരുമ്പോ 10 പേര് കൂടുകയാണ് നിന്നോട് സൊറ പറയാൻ, നിന്നോട് കഥ പറയാൻ, നിന്നോട് ഒരുപാട് കാര്യങ്ങൾ തിരക്കാൻ. നീ സുഖമില്ലാതെ 10 ദിവസം വീടിന്റെ അകത്തളങ്ങളിൽ ഒന്ന് കടന്നു നോക്ക്. ഒരു കൂട്ടുകാരൻ നിനക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഒരാൾ പോലും നിന്നെ കാണാൻ കടന്നു വരുകയില്ല. കാരണം നീ സമ്പത്തില്ലാത്തവനാണ് അവരുടെ മുന്നിൽ, നീ സൗഭാഗ്യമില്ലാത്തവനാണ് അവരുടെ മുന്നിൽ. ജനങ്ങൾക്ക് നിന്റെ മുന്നിലേക്ക് വില വേണമെങ്കിൽ ഇന്നത്തെ ലോകം സമ്പത്തിനെ കൊണ്ട് വില കണക്കാക്കുന്ന ലോകമാണ്. സമ്പത്തില്ലാത്തൊരവസ്ഥയിൽ നീ ജീവിക്കുകയാണ് എങ്കിൽ, നീ രോഗാതുരമാകുന്ന അവസ്ഥയിൽ കടന്നാൽ ഒരാൾ പോലും നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടാവുകയില്ല. ഒരാൾ പോലും നിനക്ക് ശുശ്രൂഷ നൽകാനോ ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പറയാൻ പോലും വരുകയില്ല. എന്തിന് ഹോസ്പിറ്റലിൽ പോകണം, എന്തിന് ഭക്ഷണം നൽകണം? ഒരാശ്വാസത്തിന്റെ തെളിനീര് നയിക്കുന്ന ഒരു വചനം പോലും നിന്റെ അടുക്കൽ വന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. ആ ഒരു ലോകത്തിലേക്കാണ് ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നത്. സ്വന്തം ഭാര്യ പോലും ഉസ്താദുമാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഉസ്താദ് എന്റെ ഭർത്താവ് ഒന്ന് മരിച്ചു കിട്ടാൻ ദുആ ചെയ്യണം. കാരണം നോക്കി നോക്കി മടുത്തു, എന്റെ വാപ്പയെ നോക്കി മടുത്തു, എന്റെ ഉമ്മയെ നോക്കി മടുത്തിട്ടുണ്ട്. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഈ സലാമത്തായി മരിക്കാൻ. ഞാനൊരു ആടിനെ നേരാം, ഞാനൊരു പോത്തിനെ നേരാം എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന ഉമ്മമാരും ഉപ്പമാരുള്ള കാലഘട്ടത്തിലാണ് ആധുനിക തലമുറ പോകുന്നത്. അത്രയേറെ മടുത്തിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നതായ വലിയ സൗഭാഗ്യമാണ് ആരോഗ്യം. ആ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ ചിട്ടവെച്ച്, നോമ്പുകൾ കൃത്യത വെച്ച്, പാപങ്ങളുടെ കണ്ണീരപ്പി, നിരാലംബർക്ക് അവലംബമായി, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത്, KYF-ന്റെ പ്രവർത്തകരോടൊപ്പം നെഞ്ചോട് ചേർന്ന് നിന്ന് കൈതോടിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ ചെറുപ്പക്കാരാ നിനക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ ആഖിറത്തിൽ പടച്ചറബിന്റെ ദർബാറിലെത്തുമ്പോ നീ കൈകടിക്കേണ്ടി വരുന്നവനായി മാറും. നിന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുന്ന ഘട്ടത്തിൽ തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുന്ന സമയത്ത്, കൈകാലിട്ടടിക്കുന്ന സമയമാണ്, വേദന കൊണ്ട് പൊളയുന്ന നേരമാണ്, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയം. തന്റെ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും നിന്റെ കാൽച്ചുവട്ടിൽ വന്ന് നിലകൊള്ളുകയാണ്. നിന്റെ അടുക്കൽ വന്നുകൊണ്ടവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. ഈ സമയത്ത് വേദന കൊണ്ട് പൊളയുന്ന നിന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വിഭ്രാന്തിപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒന്നാമതായി മലക്ക് നിന്നോട് ചോദിക്കുകയാണ്, ആദമിന്റെ പൊന്നുമോനെ, അയിന ബദനുകൽ ഖവീ, ആരോഗ്യമുള്ള നിന്റെ ആരോഗ്യം എവിടെ പോയടാ? നീ ഒരു കാലഘട്ടത്തിൽ വലിയ ജിംനേഷ്യത്തിൽ പോയി സിസ്പായ്ക്കുള്ളവനായിരുന്നല്ലോ, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നല്ലോ. രാവിലെ തന്നെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് കിലോമീറ്ററുകളോളം നടന്നിട്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ മുഴുവൻ ഉരുക്കിക്കളഞ്ഞ് നല്ല ആരോഗ്യവതിയാകുന്ന സഹോദരിമാരായിരുന്നല്ലോ. എന്തേ പെങ്ങളെ, എന്തേ ചെറുപ്പക്കാരാ ഇന്ന് നിനക്ക് കൈകാലുകൾ അനക്കാൻ പറ്റാത്തത് എന്ന് മലക്ക് നിന്നോട് ചോദിക്കുമേ. മറുപടി കണ്ടെത്തണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് മറുപടി കൊടുക്കും? അതിനുള്ള മറുപടി എന്ത്? നമ്മുടെ കൈവശമുള്ള മറുപടി എന്ത്? ഒന്ന് ചിന്തിക്കൻ. സുഖമില്ലാതെ കിടക്കുകയാണ് നീ, നിന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. ഒരുപാട് പേരെ പറഞ്ഞും നാവാടിയും വർത്തമാനം പറഞ്ഞും അടിച്ചമർത്തിയും 10 പേര് ഒരുമിച്ച് വന്നാലും ഒറ്റയ്ക്കടിച്ച് യുദ്ധം ചെയ്തവനെ തോൽപ്പിച്ചുമൊക്കെ നല്ല കൈക്കരുത്ത് കാണിച്ചവനാണ്.
ഇപ്പം നിനക്ക് അനങ്ങാമല, സുഖമില്ലാതെ കിടക്കുക. ഹജിയാരെ എന്ത് പറ്റി? ഒമാ അദ്അഫഹുൽ-യൗം, ഇന്ന് നിന്നെ ബലക്ഷയം പെടുത്തിയ വസ്തുത എന്താണ്? ഇന്ന് മരണത്തിന്റെ മുന്നിൽ നീ തോറ്റു തുന്നം പാടുകയാണ്. ഇന്ന് നിനക്ക് അനങ്ങാമല, എല്ലാം പോയി, ആരോഗ്യമൊക്കെ ക്ഷയിച്ചു അല്ലേ? ഈ ഇരിക്കുന്ന എത്ര ആളുകളുണ്ട്, പ്രായമുള്ള ആളുകൾ. ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു? 75ന്റെ ചാക്കെടുത്ത് ചുമടിൽ വെച്ചുകൊണ്ട് ചുമന്ന് നടന്നവർ, ഏത് പണിയുമെടുക്കാൻ താല്പര്യപ്പെട്ട് നിലകൊണ്ടിരുന്നവർ, എത്ര കിലോമീറ്ററുകൾ നടക്കാൻ ധൈര്യപ്പെട്ടിരുന്നവർ, ഇവിടുന്ന് തിരുവനന്തപുരമോ കൊല്ലത്തേക്കോ എങ്ങോട്ട് കൊട്ടാരക്കരയ്ക്കോ എങ്ങോട്ട് വേണമെങ്കിലും നടന്ന് സഞ്ചരിച്ചിരുന്നവർ, കിലോമീറ്ററുകളോളം നടന്ന് സഞ്ചരിച്ച ആളുകൾ ഇന്ന് 5 മിനിറ്റ് പോലും നടക്കുമ്പോൾ കിതയ്ക്കുകയാണ്, ശ്വാസം മുട്ടുവരികയാണ്, ആരോഗ്യം ക്ഷയിച്ചു, മാരകമാകുന്ന രോഗങ്ങൾ. കോവിഡ് വന്നതിൽ പിന്നെ ഇങ്ങോട്ട് പലർക്കും മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകളും പ്രയാസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ഭാഗത്ത് സമ്പത്ത് കുറഞ്ഞതാകുന്ന കച്ചവടക്കാർ അവരുടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന കാലഘട്ടം. മറ്റൊരു ഭാഗത്ത് ആരോഗ്യത്തിന്റെ പ്രശ്നം പറയുന്ന ധാരാളം ഉമ്മമാർ, 40 കഴിഞ്ഞവർ, ശ്വാസം മുട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അസുഖബാധിതരായി തളർന്നു കിടക്കുന്ന ആളുകൾ, പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ എത്രയോ ആളുകളാണ്. കിഡ്നി സംബന്ധമായ രോഗം, അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്ന് ആമീൻ പറയും സഹോദരങ്ങളെ, ഉറക്കെ പറയും. അള്ളാഹു നമുക്ക് പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴാണ് രോഗം വരിക, ഏതു സമയത്താണ് രോഗം വരിക, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. ആ സഹോദരൻ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി ട്രബിളിലാണെന്ന് പറയുന്നു. എത്രയും വേഗം അത് നീക്കം ചെയ്തില്ലെങ്കിൽ മറ്റ് കിഡ്നി കൂടി അപകടത്തിലാകും. 2 കിഡ്നിയും തകരാറിലായാൽ മരണം സുനിശ്ചിതമാണ്. ഒന്ന് നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുകയാണ്. അതുകൊണ്ട് സാധു ദുആ ചെയ്യണം. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനായിട്ടാണ് നമ്മുടെ നോട്ടത്തിൽ കണ്ടിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണം അറിയുന്നില്ല. സഹോദരങ്ങളെ, ഒരു ചെറിയ പനിയിൽ തുടങ്ങി അത് അവസാനം ന്യൂമോണിയായി മാരകമാകുന്ന രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥാവിശേഷം ഇന്നത്തെ തലമുറയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കണ്ട ആളുകളെ ഇന്ന് നേരം വെളുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്തയാണ് നാം കേൾക്കുന്നത്. ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ഇന്നലെ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സൈലന്റ് അറ്റാക്ക് വന്നു, അദ്ദേഹം മരണപ്പെട്ടു. ഇതാണ് അറിയുന്നത്. ഒരു അസുഖമുള്ളതായിട്ട് അറിയുന്നില്ല. അങ്ങനത്തെ വ്യക്തി കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ മരണപ്പെടുകയാണ്. കൂടെ കിടക്കുന്ന ഭർത്താവ് പോലും അറിയുന്നില്ല. ഭാര്യ നേരം വിളിക്കുമ്പോൾ, ഇന്നലെ വരെ തന്നെ വിളിച്ചുണർത്തിയെന്നവരെ അങ്ങോട്ട് വിളിക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ഏതു സമയത്തും നാം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അഹങ്കരിക്കേണ്ട. അള്ളാഹു നൽകിയ ആരോഗ്യം അവന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് നാം നിലകൊള്ളി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ അതിനെന്ത് വേണം? ഹനീഫായ മുസ്ലിം ആകണം നാം. നമ്മളിന്ന് ഹനീഫൻ മുസ്ലിമൻ എന്ന് പേരിടുന്നില്ല. ഹനീഫ അണ്ണാന്ന് വിളിക്കും. അത് നമ്മുടെ ഹനീഫ അണ്ണനാണ്. എന്നിട്ട് ഹനീഫയുടെ പ്രവർത്തനം ഇല്ലാതെ വരികയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടും. ഷാഫി മദ്ഹബ് കൈകെട്ടുമ്പോൾ എന്താ ഓത്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള് ഹനീഫൻ മുസ്ലിമൻ. ലേ, ഹനീഫൻ മുസ്ലിമൻ. വജ്ജഹതു വജ്ഹിയ, എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചു, ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാകുന്ന അല്ലാഹുവിന്റെ മുന്നിലേക്ക് എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചു. ഹനീഫൻ മുസ്ലിമാ, ഋജുമാനസനായ മുസ്ലിമായിട്ടാണ് ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിട്ടുള്ളത്. ഹനീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം ഇമാമികൾ രേഖപ്പെടുത്തിയത് മാഇലൻ അനിൽ അദിയാനി കുല്ലിഹ ഇലദ്ദീനിൽ ഖയ്യം, എല്ലാ മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പരിപൂർണമായി ഇസ്ലാം മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ചാഞ്ഞവനായിട്ടാണ്, പരിപൂർണമായി അതിലേക്ക് നിലകൊണ്ടവനായിട്ടാണ്. മറ്റുള്ള മതത്തിൽ നിന്നൊക്കെ പരിപൂർണമായി അതിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും വ്യതിചലിച്ച് ഇസ്ലാമിൽ പൂർണ്ണമായി നിലകൊള്ളുന്നവൻ, ഇലദ്ദീനിൽ ഖയ്യം, പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നതായ വ്യക്തി.
അവനാണ് എന്ത് പറയുന്നത്? യഥാർത്ഥ ഋജുമാനസനായ മുസ്ലിം എന്ന് പറയുന്നത്. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമീങ്ങളല്ല. കാരണം നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആ രീതിക്കായി മാറിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. പേരിൽ മുസ്ലിം, ആധാർ കാർഡിൽ, റേഷൻ കാർഡിൽ, പാൻ കാർഡിൽ ഒക്കെ മുസ്ലിമാണ്. മുസ്ലിം നാമധാരികളായി മാറുകയാണ് യഥാർത്ഥത്തിൽ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ പറയാറുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തന പ്രവർത്തനങ്ങളും എടുത്തു ചേർത്ത് നോക്കുമ്പോൾ എല്ലാം മോശമാകുന്ന രീതിയിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ മദീനയിൽ വെച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികൾക്ക് മുമ്പാകെ പരിശുദ്ധമായ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ. മുഅ്മിനീങ്ങളാകുന്ന സത്യവിശ്വാസികൾക്കായി അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. അല്ലയോ സത്യവിശ്വാസികളാകുന്ന മുഅ്മിനീങ്ങളെ, പിശാചിന്റെ പാതയെ നിങ്ങൾ പിന്തുടരുതേ. ഇന്നഹു ലകും അദുവ്വും മുബീൻ. തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അവന്റെ പാതയെ നിങ്ങൾ അനുഗമിക്കരുതേ. ചരിത്രത്തിൽ വ്യക്തമായി പ്രവാചകനെ പഠിപ്പിച്ച അധ്യാപനമാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധനായ സ്വഹാബി വര്യൻ, അദ്ദേഹം അവിശ്വാസികളുടേതാകുന്ന ആഘോഷ പൊലിമകൾ കാണുമ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. യഹൂദികളാകുന്ന ആളുകളിലെ ആചാര അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാ. വിശ്വാസം പുൽകിയിട്ടുള്ള ആളാണ്. മുഅ്മിനായ മനുഷ്യനാണ്. സത്യവിശ്വാസി ആളാണ്. പുതുവിശ്വാസിയായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതായ സ്വഹാബി വര്യനാ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എവിടെ ഒരു ചിന്ത വരുകയാണ്. എനിക്ക് യഹൂദികളുടേതാകുന്ന ജൂതന്മാരുടെ ജീവിതത്തിലുള്ളതാകുന്ന ഏതെല്ലാം ആഘോഷങ്ങളുണ്ടോ, ആഘോഷ പൊലിമകളുണ്ടോ, അതിലെല്ലാം പങ്കെടുക്കണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വന്നപ്പോ പരിശുദ്ധമായ ഖുർആനിക വചനവുമായി നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ ഖുർആനുമായി കടന്നു വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. യഥാർത്ഥ മുഅ്മിനായി നിലകൊള്ളണേ. ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണേ. അരികും മൂലയും മുസ്ലിമായിട്ടുള്ള മുഅ്മിനിനെ ഇസ്ലാമിൽ വേണ്ട. പകുതി മുസ്ലിം പകുതി അവിശ്വാസി, ഈ ഒരു പ്രവർത്തനം ഇസ്ലാമിൽ വേണ്ട. ഒന്നില്ലെങ്കിൽ മുസ്ലിമായി പരിപൂർണമായി നിലകൊള്ളണേ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ ഖുതുവാതി ശൈത്വാൻ. അവിശ്വാസികളുടേതാകുന്ന പാതകൾ നിങ്ങൾ പിന്തുടരുതേ. ഇന്നഹു ലകും അദുവ്വും മുബീൻ. പിശാചിന്റെ പാതകളെ പിന്തുടരാതെ നിങ്ങൾ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് തന്നെ നിലകൊള്ളണേ. കാരണം പിശാചിന്റെ പാത അത് വ്യക്തമായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. ആ പിശാചി നിങ്ങൾക്ക് വ്യക്തമായ ശത്രുതയാണ്. അവന്റെ പാതകളെ നിങ്ങൾ പിന്തുടരരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെ പോവുകയും വേണം. ഒരാളും നമ്മുടെ മതത്തിന്റെ ആദർശത്തിൽ മറ്റൊരാളുടെ മതത്തിന്റെ ആദർശം കൂട്ടിക്കലർത്താൻ പാടില്ല. അതല്ല മതസൗഹാർദ്ദം. മതസൗഹാർദ്ദമല്ല. മറിച്ച് ഒന്നിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതിനൊന്നും എതിരല്ല.
ഒരുമിച്ചൊരു സദസ്സ് പങ്കിടുന്നു, അതും പരിശുദ്ധമായ ദീനിനെതിരല്ല. അതേ സമയത്ത് ഒരേ രീതിയിൽ തന്നെ നിലകൊണ്ടുകൊണ്ട് ആദർശത്തിൽ വ്യതിചലനം വരുത്തുക, അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണവുമല്ല, അത് ചെയ്യരുത് എന്ന് വിലക്കുകയാണ് ഖുർആൻ. യഥാർത്ഥ തൗഹീദ് പഠിപ്പിക്കുകയാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന് നീ അടിയുറച്ച് വിശ്വസിക്കൻ, അതിൽ തന്നെ നിലകൊള്ളിൻ. ആ ആദർശത്തിൽ നിലകൊള്ളുന്ന നീ ആ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ പാടില്ല. മറ്റുള്ള മതസ്ഥരെ അവഹേളിക്കുന്ന രീതിയിൽ അവരുടെ ആഘോഷ പൊലിമകളിൽ നീ പങ്കെടുത്ത് അതിനെ മോശവൽക്കരിക്കാൻ പാടില്ല. ഒരു സത്യവിശ്വാസി അത് ചെയ്യരുത്. അത് അവരുടെ മതത്തിൻ്റെ വലിയ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അവരെ നാം ബഹുമാനിക്കുന്നു, അവരുടെ ദൈവങ്ങളെയും നാം ബഹുമാനിക്കുന്നു. ഒരിക്കലും ചീത്ത പോലും പറയാൻ പാടില്ല, ഒരു വാക്ക് പോലും അവരെക്കുറിച്ചും അനാവശ്യം പറയാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവ്വൻ ബിഗൈരി ഇൽമ്. മറ്റു മതസ്ഥരുടേതാകുന്ന ദൈവങ്ങളെ അല്ലാഹു അല്ലാതെ വിളിച്ചു ജനങ്ങൾ വിളിക്കുന്നതാകുന്ന ആരാധ്യ വസ്തുക്കളെ, ബഹുദൈവ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും അവരെ ചീത്ത വിളിക്കാനോ അവരെ കൂകി വിളിക്കാനോ അവരെ ശകാരിക്കാനോ അവരെക്കുറിച്ച് എന്തെങ്കിലും മോശമാകുന്ന കമന്റ് പറയാനോ മോമിനീങ്ങളെ പോകരുത്.